കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചു വന്നതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി ആഗ്രഹിക്കുന്ന പാഠഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ദാവീദ് ആഗ്രഹിക്കുമ്പോൾ ദൈവം ദാവീദിനെ തിരിച്ച് അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം ഒരു ഉടമ്പടിയായി മാറുന്നു. ദാവീദിനോട് പറയുന്നു, നീ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയാനും ദൈവിക കാര്യങ്ങളോട് നീ അതീവ താല്പര്യം കാണിച്ചതുകൊണ്ടും നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ എന്നേക്കുമായി അനുഗ്രഹിക്കും. ഈ ഉടമ്പടി നീ മറന്നാലും ഞാൻ മറക്കാതെ നിനക്ക് വേണ്ടി നിർവഹിച്ചു തരും. 16-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, നിൻ്റെ ഗൃഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. ദൈവം പറയുന്നു, നിന്നെ ഞാൻ ഉറപ്പിച്ച് നിർത്തുകയാണ്. ആർക്കും ഈ അനുഗ്രഹത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയാനായിട്ട് സാധിക്കുകയില്ല. സ്ഥിരമായ ഒരു അനുഗ്രഹം നിനക്ക് വേണ്ടി ഞാൻ തരും. അങ്ങനെ ദൈവം ദാവീദ് ചോദിക്കാത്ത ഒരു കൂട്ടം അനുഗ്രഹങ്ങൾ ദാവീദിൻ്റെ ഫാമിലി, ദാവീദിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ദാവീദിൻ്റെ തലമുറകൾക്ക് ദൈവം നൽകി. എന്നിട്ട് നമ്മൾ വായിച്ചു, നിൻ്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. അവൻ്റെ സിംഹാസനം, അവൻ്റെ തലമുറകൾ ഒരിക്കലും അണഞ്ഞു പോകാതെ ശക്തമായി നിലകൊള്ളുമെന്ന് ദൈവം അവനോട് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കി, ദാവീദ് ഈ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ കേട്ട് സ്വീകരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളും ദാവീദ് ദൈവത്തോട് ചോദിച്ചതായിരുന്നില്ല. ദൈവം ദാവീദിനോട് കൃപ തോന്നി കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക കാര്യങ്ങളോട് താല്പര്യം കാട്ടി ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ നമ്മുടെ ഭവനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് ക്രമപ്പെടുത്തി തരും. അതിനെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മറ്റൊരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടതായി വരികയില്ല. അവനെല്ലാം അതതിൻ്റെ സമയത്ത് ഉചിതമായി നമുക്ക് വേണ്ടി നിർവഹിച്ചു തരും. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ കാര്യം ദൈവം അവനോട് ഒരു ഉടമ്പടിയായി പറഞ്ഞപ്പോൾ ദാവീദ് അടുത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹം നൽകാമെന്ന് പറയുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി ഒരു വാഗ്ദത്തം വേർതിരിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായി ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയായി നിറയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ ദൈവം നന്മകൾ നൽകി അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവസന്നിധിയിൽ വിനയത്തോടെ വന്ന് താഴ്മയോടെ ദൈവത്തെ ആരാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആരാധിക്കാൻ മറന്നു പോകരുത്, നന്ദി അർപ്പിക്കാൻ മറന്നു പോകരുത്. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനായി ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരും. ആ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ പോയി നന്ദി അർപ്പിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. നമുക്ക് വായിക്കാം 17-ാമത്തെ വാക്യം. ഈ സകല വാക്കുകൾക്കും ദർശനത്തിന് ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. നാഥാൻ പ്രവാചകൻ ഈ കാര്യങ്ങളെല്ലാം ആരോട് പറഞ്ഞു? ദാവീദിനോട് പറഞ്ഞു. ബൈബിൾ തുറന്ന് വയ്ക്കണേ, എല്ലാവരും ബൈബിൾ തുറന്ന് എൻ്റെ കൂടെ വരണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്നു. എങ്ങോട്ട് പോയി? അകത്ത് ചെന്നു. അകത്ത് ചെന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയി എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ആരാണ് സംസാരിച്ചത്? നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് ആരോട് പറഞ്ഞു? ദാവീദിനോട് പറഞ്ഞു. അതായത് ഒരു പ്രവചന ദൂത് ദൈവം കൃത്യമായി പറഞ്ഞു കൊടുത്തു, ഇതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ഒരു പ്രവചനം, നിങ്ങൾക്ക് ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ ഇങ്ങനെയാണ്, നിങ്ങളുടെ ഭാവി ഇങ്ങനെയാണ് എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞു തരും. അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിക്കും. തൊട്ടടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദാവീദ് ചെയ്തത്. ദാവീദ് 18-ാം വാക്യത്തിൽ, അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. എവിടെ പോയിരുന്നു? യഹോവയുടെ സന്നിധിയിൽ പോയിരുന്നു. അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ പോയിരുന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ പേഴ്സണൽ പ്രയർ നടക്കുന്ന സ്ഥലത്ത് അവൻ പോയിരുന്നു. അവൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു സ്ഥലമുണ്ട്. ദൈവത്തോട് നേരിട്ട് ദാവീദ് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവൻ്റെ പ്രാർത്ഥനാ മുറിയായിരിക്കാം ഒരു പക്ഷേ അത്.
ആ പ്രാർത്ഥനാ മുറിയിൽ അവൻ പോയി ദൈവത്തിൻ്റെ അരികിൽ ഇരിക്കുകയാണ്. മറന്നു പോകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിൽ വെളിപ്പെട്ട് വരണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ആരുടെ സന്നിധിയിൽ ഇരിക്കണം? ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കേണ്ടതുപോലെ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കാതെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനായി സാധിക്കുകയില്ല. ഒരു കാര്യം നമ്മളെക്കുറിച്ചൊരു ദൂത് പറഞ്ഞാൽ, ഇങ്ങനെയാണ് നിനക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, അത് സംഭവിക്കണമെങ്കിൽ അതിനെ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ നേടിയെടുക്കണം. ദൈവസന്നിധിയിൽ പോയിരുന്ന് അതിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അത് നേടിയെടുക്കുന്നത് നമ്മുടെ ഒരു ജോലിയാണ്. വെറുതെ കിട്ടുമോ? കിട്ടില്ല. വെറുതെ ഒന്നും കിട്ടില്ല. ദാവീദിനറിയാം. അതുകൊണ്ട് ദാവീദ് ആദ്യം ദൈവസന്നിധിയിൽ പോയി ഇരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതം ഇന്ന് നിങ്ങൾ ജീവിക്കുന്നതിനേക്കാളും മറ്റൊരു തലത്തിലേക്ക് ഉയർത്തണമെന്ന് ദൈവത്തിന് നിർബന്ധമായും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദാവീദ് ചെയ്തതുപോലെ അകത്ത് ചെന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കാനായി നിങ്ങൾ സമയം കണ്ടെത്തണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സമയമുണ്ടോ എന്നതാണ്. ജീവിത തിരക്കുകൾക്കിടയിൽ നിങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഓരോ സമയവും ഓരോ നിമിഷവും കണക്കുകൾ കൃത്യമായി സ്വർഗത്തിൽ രേഖപ്പെടുത്തി വെച്ച് നിങ്ങൾക്ക് അനുഗ്രഹമായി തിരിച്ച് ദൈവം തരും. അങ്ങനെ ദാവീദ് ആരുടെ അടുക്കൽ പോയിരുന്നു? ദൈവസന്നിധിയിൽ പോയിരുന്നു. അപ്പം നമ്മൾ ഇത് ചിന്തിക്കണം, നമ്മൾ എത്ര നേരമാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്ന്. എത്ര നേരം ഇരിക്കും? എത്ര നേരം പറ്റും? 1 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? കഴിയുമോ? 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് അതിൻ്റെ 10 മടങ്ങ് സമയം നമ്മളോട് കൂടെ ഇരിക്കും. ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. മറിയെ അറിയാമല്ലോ, മാർത്തയുടെ സഹോദരി. അവൾ എന്താണ് ചെയ്യുന്നത്? യേശു ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ അടുക്കിൽ പോയി അവളിരിക്കും? യേശുവിൻ്റെ അരികിൽ പോയി ആരിരിക്കും? മറിയ ഇരിക്കും. അപ്പം മറിയ ഇരിക്കേണ്ട സമയത്ത് ഇരുന്നു. ആ വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ ആര് വന്നു? യേശു വരികയാണ്. ഇരിക്കേണ്ട സമയത്ത് നമ്മൾ ഇരുന്നാൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങളുടെ പ്രശ്നത്തിൽ വന്ന് ഇടപെടും. നിങ്ങളുടെ പ്രതിസന്ധികളിൽ അവൻ ഇടപെടും. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഏത് കാര്യം വന്നാലും ദാവീദ് ആദ്യം ആരുടെ അടുക്കൽ പോയിരിക്കും? ദൈവത്തിൻ്റെ അരികിൽ പോയിരുന്ന് ആലോചന ചോദിക്കും. ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രകളിലെല്ലാം ധാരാളം പ്രശ്നങ്ങൾ ദാവീദിന് വരുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദാവീദ് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏത് നല്ല കാര്യം പറഞ്ഞാലും എവിടെ പോകും? ദൈവസന്നിധിയിൽ പോകും. ഏത് പ്രശ്നം വന്നാലും ദൈവസന്നിധിയിൽ പോയിരിക്കും. ഇത് രണ്ടും മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? പ്രശ്നം വരുമ്പോഴാണ് ആദ്യം നമ്മളെവിടെ പോയിരിക്കുന്നത്? ദൈവസന്നിധിയിൽ പോയിരിക്കുന്നത്. പക്ഷേ ദാവീദ് ചെയ്യുന്നത് അങ്ങനെയല്ല. പ്രശ്നം വരുമ്പോൾ പോകും. എല്ലാ മനുഷ്യരും പോകുന്നത് പോലെ ദൈവസന്നിധിയിൽ പോയിരിക്കും. പക്ഷേ അതിന് മുമ്പൊരു കാര്യം ചെയ്യും. നല്ല സമയത്തും ആരുടെ അടുക്കൽ പോയിരിക്കും? ദൈവസന്നിധിയിൽ പോയിരിക്കും. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, സമയമുള്ളപ്പോൾ, സാഹചര്യമുള്ളപ്പോൾ നമ്മൾ എവിടെ ഇരിക്കണം? ദൈവസന്നിധിയിൽ ഇരിക്കാനായി നമ്മൾ സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായി നിങ്ങൾ സമയം കണ്ടെത്തണം. എത്രയോ സമയങ്ങളാണ് നമ്മൾ പാഴാക്കുന്നത്. ഈ പാഴാക്കുന്ന സമയത്തിൻ്റെ കുറച്ചു നേരം നിങ്ങൾക്ക് എവിടെ ഇരിക്കാം? ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ ആര് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും? ദൈവം കൃത്യമായി അളന്ന് നോക്കി വയ്ക്കും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്പോൾ ദാവീദ് അകത്തു ചെന്നു, യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. അകത്തു ചെന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അകത്ത് ചെന്നു എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു പ്ലേസിലേക്ക് പോയി എന്നാണ്. അകത്ത് പോയി, മറ്റാരും കാണാതെ തൻ്റെ സ്വകാര്യ അനുഭവത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ആരും കാണാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മാറി, തിരക്കുകളിൽ നിന്ന് മാറി, അത്യാവശ്യങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംസാരിക്കണം. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഏത് ദൈവിക ആലോചന നമ്മളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവസന്നിധിയിൽ പോയി ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കാതെ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനായി സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ തലയിൽ ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹവും നമുക്ക് കിട്ടുമെന്നാണ്. അങ്ങനെയാണോ? അത് ജസ്റ്റ് ഒരു സഹായം മാത്രമാണ്. ആരാണ് ഇരിക്കേണ്ടത്? നമ്മളാണ് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. നമ്മളാണ് ദൈവസന്നിധിയിൽ
പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കേണ്ടത്. ദാവീദ് രാജാവാണല്ലോ. വേണമെങ്കിൽ ദാവീദിന് മറ്റുള്ളവരോട് പറയാമായിരുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ രാജകാര്യങ്ങൾ നോക്കാമെന്ന്. പക്ഷെ അതല്ല ചെയ്തത്. ദാവീദ് അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ ആര് തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കണം? ദാവീദ് തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ആര് ദൈവസന്നിധിയിൽ ഇരിക്കണം? നിങ്ങളും നിങ്ങളുടെ മക്കളും തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കണം. വായിക്കാം. 17-ാമത്തെ വാക്യം കഴിഞ്ഞ് 18 നമ്മൾ വായിച്ചു. യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്നു യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. എന്നിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഓരോരോ കാര്യങ്ങളായിട്ട് പറയുകയാണ്. കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? അതായത് ദൈവം ഈ നന്മ തരാനായിട്ട് എനിക്കെന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ പോയിരുന്ന് നമ്മുടെ മികവുകളല്ല പറയേണ്ടത്, നമ്മുടെ കുറവുകളെ ആദ്യം എന്ത് ചെയ്യണം? പറയണം. മനസ്സിലായോ? ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ പോയിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ്? നമ്മുടെ കുറവുകളെയാണ് ആദ്യം പറയേണ്ടത്. കർത്താവേ, ഞാൻ കുറവുള്ള മനുഷ്യനാണ്, എനിക്ക് യോഗ്യതയില്ല എന്ന് ദാവീദ് ആദ്യം തുറന്നു പറയുകയാണ്. വളരെ മനോഹരമായൊരു വാക്യമാണ്. നമുക്കതറിയാം. നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാണ്? ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഒരു പാട്ടുണ്ടല്ലേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. അപ്പോൾ ഇനി ഓർത്തുകൊള്ളണം, ഈ പാട്ട് പാടുമ്പോൾ ഈ പാട്ട് ആര് പാടിയ പാട്ടാണ്? മറന്നുപോയോ? ദാവീദ് പാടിയ പാട്ടാണ് ഈ പാട്ടെന്ന് പറഞ്ഞാൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ദൈവത്തോട് ആദ്യം പറഞ്ഞു തുടങ്ങണം, കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി വന്നിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാനായി നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഈ ആരോഗ്യം എനിക്ക് നീ തന്ന ദാനമാണ്, എനിക്കതിനുള്ള യോഗ്യതയില്ല. എൻ്റെ കുടുംബം നീ തന്ന ദാനമാണ്, എനിക്കതിനുള്ള യോഗ്യതയില്ല. ഞാൻ താമസിക്കുന്ന ഈ ഭവനം നീ തന്ന ദാനമാണ്, എനിക്കതിനുള്ള യോഗ്യതയില്ല. എനിക്കുള്ള ജോലി നീ തന്ന ദാനമാണ്, എനിക്കതിനുള്ള യോഗ്യതയില്ല. എനിക്കുള്ള ജീവിത പങ്കാളി നീ തന്ന ദാനമാണ്, എനിക്കതിനുള്ള യോഗ്യതയില്ല. എനിക്ക് നീ തന്നതാണ് ഇതെല്ലാം, ഇതൊന്നും അനുഭവിപ്പാൻ എനിക്ക് യോഗ്യതയില്ലാന്നിട്ടും ദൈവമേ, നിനക്കെന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇതെല്ലാം നീ എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് നിന്നെ വിട്ടു പിരിയാനായി സാധിക്കുകയില്ല. ഈ ഒരു കാര്യം ഏത് പ്രാർത്ഥനയുടെയും ആദ്യ ഭാഗത്ത് ഒരു വ്യക്തി ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ആ പ്രാർത്ഥനയെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ ദൈവത്തിന് അനുഗ്രഹിക്കാതെ വിടാൻ പറ്റില്ല. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചിട്ടാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവ മഹത്വവാനായതുകൊണ്ട് അത് ദൈവം സ്വീകരിച്ച് അതിൽ പ്രസാദിക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. എന്താണ് പറയേണ്ടത്? എനിക്കിതിനുള്ള യോഗ്യതയില്ല, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ എന്നാണ് പറയുന്നത്. യേശു പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഈ പരീശന്മാരെക്കുറിച്ച് പറയാറുണ്ട്. പരീശന്മാർ അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രിമാർ, അവരെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവർ പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന്, മറ്റുള്ളവർ കാണേണ്ടതിന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളങ്ങളിൽ എന്ത് വന്നിട്ടില്ല? വിനയം വന്നിട്ടില്ല. തങ്ങൾ ആരാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ദാവീദ് ചെയ്യുന്നത്, ഈ നന്മകളൊന്നും അനുഭവിപ്പാൻ പിതാവേ എനിക്ക് യോഗ്യതയില്ല. ഒരു ഇടയനായിരുന്നു ഞാൻ, ഇടയ ബാലനായിരുന്നു ഞാൻ, ആട് മേയിച്ച് നടക്കേണ്ടവനായിരുന്നു ഞാൻ. ആ എന്നെ നീ ഈ രാജ്യത്തിൻ്റെ 12 ഗോത്രങ്ങൾക്കും അധിപതിയാക്കി ഈ ദേശത്ത് കൊണ്ടുവന്ന് എനിക്കൊരു ഭവനം പണിത് തന്ന് ഇവിടെ നട്ട് എന്നെ ഇവിടെ നീ ആക്കിയിരിക്കുമ്പോൾ കർത്താവേ, ഈ നന്മകളൊന്നും അനുഭവിപ്പാൻ ഞാൻ ആരല്ല? യോഗ്യനല്ല. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് മറക്കരുത്? വന്ന വഴി ഒരിക്കലും മറന്നു പോകരുത്. കേട്ടോ, നമ്മളെ നടത്തിയ വഴികളൊന്നും ഒരിക്കലും മറന്നു പോകരുത്. അപ്പം ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായി ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, അതിനെ സ്വീകരിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ പോയിരുന്ന് നന്ദി പറഞ്ഞ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. രണ്ടാമത്, പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നതിന് ശേഷം ഒന്നാമത് പറയേണ്ട കാര്യം, നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കണം. ദൈവമേ, ഇത്ര നന്മകളൊന്നും അനുഭവിപ്പാൻ എനിക്ക് ഒരു യോഗ്യതയും
ഇല്ല. 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. എന്നിട്ട് പറയുന്നു, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാണ്? ഒന്നാമത് പറയുന്നത് ആരാണ്? എന്നെക്കുറിച്ച് പറയുകയാണ് ദാവീദ്, സ്വയം പറയുകയാണ് എനിക്കതിനുള്ള യോഗ്യതയില്ല. രണ്ടാമത് പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നോക്കിയേ, എൻ്റെ ഗ്രഹം. എൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലിയും എന്തുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറയുന്നത് ഞാനും ഒരു യോഗ്യതയില്ല, എൻ്റെ വീട്ടുകാർക്കും അതിനുള്ള യോഗ്യതയില്ല. മനസ്സിലായോ? അതായത് സ്വയം അവനെ മാത്രമല്ല താഴ്ത്തി കൊടുക്കുന്നത്, അവൻ്റെ കുടുംബത്തെ കൂടെ താഴ്ത്തി കൊടുക്കുകയാണ്. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫാമിലിയെ സമർപ്പിച്ച് രണ്ടാമത് പ്രാർത്ഥിക്കണം. ആദ്യം ആരെ താഴ്ത്തി സമർപ്പിക്കണം? നമ്മളെ താഴ്ത്തി സമർപ്പിക്കണം. രണ്ടാമത് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. മറന്നു പോകരുത്. ആദ്യം നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. രണ്ടാമത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മാതാപിതാക്കളെ, അവരെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, കർത്താവായ യഹോവേ, നീ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നൽകൂ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് ഇനി വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമല്ല ഈ അനുഗ്രഹം തരാമെന്ന് നീ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതും പോരാഞ്ഞിട്ട് ദൈവമേ, നീ പറഞ്ഞല്ലോ ഇനി വരാനുള്ള തലമുറകൾക്ക് കൂടെ വേണ്ടി ഈ അനുഗ്രഹം നീ കൊടുക്കുമെന്ന്. അതാണ് നമ്മൾ അടുത്ത് പറയേണ്ടത്. ആദ്യം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമുക്ക് വേണ്ടി നമ്മളെ താഴ്ത്തി കൊടുക്കണം. അടുത്ത ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മുടെ ഫാമിലിയെ താഴ്ത്തി സമർപ്പിക്കണം. മൂന്നാമത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ തലമുറകളെ സമർപ്പിക്കണം. മനസ്സിലായോ? തലമുറകൾ, ഇനി വരാൻ പോകുന്നവരെ, നമ്മുടെ ഫാമിലിയിൽ ഇനി ഉണ്ടാകേണ്ടവരെ, ഇനി ഉണ്ടാകേണ്ട ജനറേഷൻസ്, അവരെ കൂടെ ദാവീദ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ 3 തലങ്ങളുണ്ട്. ഒന്നാമത് നമ്മളെ വിനയപ്പെടുത്തി കൊടുക്കണം, നമ്മുടെ കുടുംബത്തെ വിനയപ്പെടുത്തി കൊടുക്കണം, നമ്മുടെ ഫാമിലിയിൽ ഇനി ഉണ്ടാകേണ്ടുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇനി ഉണ്ടാകേണ്ടവരെയും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഒരു ഉപദേശമായിട്ടാണല്ലോ നീ പറഞ്ഞത്. അതായത് ഇത് പറഞ്ഞെങ്കിൽ ദാവീദ് പറയുന്നു, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, ഇനി ഈ ലോകത്ത് ജനിക്കാൻ പോകുന്ന എല്ലാവർക്കുമുള്ള ഉപദേശമായിട്ടാണ് ദൈവമേ നീ ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ദാവീദിനോട് പറഞ്ഞ ഈ കാര്യം ദാവീദിന് വേണ്ടി മാത്രമല്ല പറഞ്ഞതെന്ന് ദാവീദ് സ്ഥാപിക്കുകയാണ്. ആർക്കുകൂടെ വേണ്ടിയാണ്? ഇതാരെല്ലാം വായിച്ച് മനസ്സിലാക്കുന്നോ, ആരെല്ലാം കേൾക്കുന്നോ അവർക്കെല്ലാം വേണ്ടിയാണ് ഇത് എഴുതി വച്ചത്. നിങ്ങളത് വായിക്കുക. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ, മനുഷ്യർക്ക് ഉപദേശമല്ലോ, എല്ലാവർക്കും വേണ്ടിയാണ് ഇത് എഴുതിയത്, മനുഷ്യർക്ക് വേണ്ടി. എങ്ങനെയെങ്കിൽ നാലാമത്തെ നമ്മുടെ പ്രാർത്ഥന ആർക്ക് വേണ്ടിയാണ്? മറ്റു മനുഷ്യർക്ക് വേണ്ടിയാണ്. മനസ്സിലായല്ലോ? പ്രാർത്ഥനയുടെ 4 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു പോയത്. ആദ്യം ആരെ താഴ്ത്തി സമർപ്പിക്കണം? നമ്മളെ സമർപ്പിക്കണം. രണ്ടാമത് നമ്മുടെ വീടിനെ സമർപ്പിക്കണം. മൂന്നാമത് നമ്മളുടെ വീട്ടിലൂടെ വരാൻ ഇനി സാധ്യതയുള്ള തലമുറകളുണ്ട്, അവരുടെ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാലാമത്തെ കാര്യം, ഈ വചനം ആരെല്ലാം ഏറ്റെടുക്കുന്നോ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് വ്യക്തമായോ? ഈ ഒരു പാറ്റേണാണ് ദാവീദ് ശീലിച്ചത്. അതാണ് ദാവീദിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയായത്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ആർക്ക് മാത്രമായിട്ട് ചുരുങ്ങും? നമുക്ക് മാത്രമായിട്ട് ചുരുങ്ങും. ഈ പ്രാർത്ഥനകൾ നമുക്ക് മാത്രമായി ചുരുക്കാനായുള്ളതല്ല എന്ന് ദാവീദിന് നന്നായിട്ടറിയാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ദാവീദ്, ഇനി നിന്നോട് എന്താണ് പറയേണ്ടത്? ദാവീദ് പറയുകയാണ്, ദാവീദാകുന്ന ഞാൻ ഇനി നിന്നോട് എന്താണ് പറയേണ്ടത്? നിൻ്റെ വചന നിമിത്തവും നിൻ്റെ പ്രസാദപ്രകാരവുമല്ലോ നീ ഈ വൻ കാര്യങ്ങളെയൊക്കെയും അടിയനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 2 വാക്കുകൾ അതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ 2 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാകുന്നത്? ഏത് വഴിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നത്? ഒന്ന്, കർത്താവിനോട് പറയുകയാണ്, നീ അടിയന് നിൻ്റെ വചനം നിമിത്തം. കണ്ടോ? ഒന്നാമത്തെ അനുഗ്രഹം ഏത് വഴി വരും? വചനം. അപ്പോൾ വചനം അനുസരിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വഴി എന്നത്
ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ആരെല്ലാം എന്നെയും എൻ്റെ വചനത്തെയും സ്വീകരിക്കുകയോ അനുസരിക്കുകയോ ഏറ്റെടുക്കുകയോ ഏറ്റുപറയുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ എൻ്റെ പിതാവായ ദൈവം അനുഗ്രഹിക്കും. ഞാൻ അതിൽ മഹത്വപ്പെടും. അവർക്ക് നന്മയുണ്ടാകും. അവർ ഈ ലോകത്തിൽ ഒരിക്കലും നശിച്ചു പോകുകയില്ല. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി. അവൻ്റെ വചനങ്ങൾ മറ്റുള്ളവരുടെ വചനങ്ങൾ പോലെ ആയിരുന്നില്ല, ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. അവൻ്റെ വചനങ്ങൾ പാപമോചനം കൊടുക്കുന്നതായിരുന്നു. അവൻ്റെ വചനം ഹൃദയത്തിന് ആശ്വാസമായിരുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ അധികാരവും അവകാശവും കൊടുത്തു. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അവനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ ആരെ കൈക്കൊണ്ട്? യേശുവിനെ കൈക്കൊണ്ട്. യേശുവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ യേശു ആരാണ്? വചനമാണ്. നമ്മൾ വായിക്കുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തതാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള വചനം എന്നത് ആരെക്കുറിച്ചാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് വചനത്തിലൂടെ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ആരിലൂടെയാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ വചനത്തിലൂടെ ഒന്നാമത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിൻ്റെ വചന നിമിത്തം. നിൻ്റെ വചന നിമിത്തം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെ. വചനം ക്രിസ്തുവാണ്. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തവനാണ്. ഇതാണ് ക്രിസ്തു. അപ്പോൾ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെ അനുഗ്രഹിക്കപ്പെടുക. എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്? കർത്താവിനെ സ്നേഹിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ വചനം അനുസരിക്കാനായി നമുക്ക് പറ്റും. അപ്പോൾ വചനം അനുസരിക്കുന്നവരെ ദൈവത്തിന് നന്മകൾ നൽകി അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് 2 വഴികളിലൂടെയാണ്. സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ. ഒന്ന്, ദൈവം എന്നോട് പറഞ്ഞ വചനങ്ങളിലൂടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ സത്യമാണ്. അദ്ദേഹം പിന്നീട് പറയുന്നു, നിൻ്റെ വചനങ്ങൾ സത്യമാകുന്നു. അതുകൊണ്ടാണ് വചനത്തിന് നമ്മൾ നൽകിയിട്ടുള്ള പേര് സത്യവേദ പുസ്തകം. ഇതിലുള്ളതൊന്നും കപടമില്ല, കള്ളമില്ല, മായമില്ല, വ്യാജമില്ല, സകലതും സത്യമാണ്. അതുകൊണ്ട് നമ്മളുടെ വചനം, ദൈവം നിങ്ങളോട് പറയുന്ന വചനം നിങ്ങൾ കൃത്യമായി ഏറ്റെടുത്ത് വിശ്വസിക്കണം. വചനം വിശ്വസിക്കുകയാണ് ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടാനുള്ള ഒന്നാമത്തെ ഘടകം. രണ്ടാമത് നമ്മൾ വായിക്കുന്നു, നിൻ്റെ പ്രസാദം. ദൈവത്തിൻ്റെ പ്രസാദം. ദൈവത്തിൻ്റെ പ്രസാദത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവൻ്റെ പ്രസാദമോ ഫില്ലേതേ ജീവപര്യന്തം ഉള്ളത്. ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ പ്രത്യേകത, അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, അത് ജീവപര്യന്തം ഉള്ളതാണ്. ദാവീദ് 2 വഴികളിലൂടെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ഒന്നാമത്തെ വഴി വചനത്തിലൂടെ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടു. രണ്ടാമത് ദൈവത്തിൻ്റെ പ്രസാദം. ദൈവത്തിൻ്റെ പ്രസാദം. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് വന്നത് എന്ന് പറയുമ്പോൾ ഈ വാക്ക് അവിടെ പരാമർശിക്കും. അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അറിഞ്ഞുപോയോ? ഓർമ്മയുണ്ട്. എന്തിനു വേണ്ടിയൊക്കെയാണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്ന് തുടങ്ങി ഏറ്റവും ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്ന വാക്കാണ് ദൈവത്തിൻ്റെ പ്രസാദം. അതെങ്ങനെയാണ്? വർഷമായി. വർഷമെന്നോ എന്താണ്? മഴയായി. ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ്, ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ മേൽ ഒരു മഴയായി ചൊരിയുന്നതിന് വേണ്ടിയാണ് ആരെ അയച്ചിരിക്കുന്നത്? കർത്താവായ യേശുവിനെ അയച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതിനെയാണ് യേശു പറയുന്നത്, അവനെ കൈക്കൊണ്ട് നിങ്ങൾ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ, അവൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അവൻ്റെ മക്കളാകാം. ഈ പ്രസാദം അവൻ്റെ മക്കൾക്ക് ഉള്ളതാണ്. കാര്യം വ്യക്തമായോ? ഇപ്പോൾ ദാവീദ് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് ആരിലൂടെയാണ്? ഒന്ന്, വചനത്താൽ. അപ്പം നമ്മളും ആഗ്രഹിക്കണം, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. രണ്ടാമത്, ദൈവത്തിൻ്റെ പ്രസാദം. ദൈവത്തിൻ്റെ പ്രസാദം ആർക്കുള്ളതാണ്? ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ്. ആ പ്രസാദ വർഷമായി ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമാകണം. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വചനം. രണ്ടാമത്, ദൈവത്തിൻ്റെ പ്രസാദം. ഒന്നുകൂടി വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുന്നു, നിൻ്റെ വചനം നിമിത്തവും
നിന്റെ പ്രസാദപ്രകാരവുമല്ലോ നീ ഈ വൻ കാര്യമൊക്കെയും അടിയനെ അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണല്ലോ ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ഈ നന്മയെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ദൈവം ആരാണ് എന്ന് ദാവീദ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത്രയും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇനി പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന പ്രോസസ്സ് ഒന്നുകൂടെ പറയാം. ആദ്യം ദാവീദ് ദൈവസന്നിധിയിൽ പോയി നന്ദി അർപ്പിക്കാനായി ഇരുന്നു. നന്ദി അർപ്പിക്കുന്നതിൽ 4 സ്റ്റെപ്പുണ്ട്. ഒന്നാമത് തനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. ഇത് 4 ദൈവസന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ നന്മ എനിക്ക് കിട്ടിയത് 2 വഴികളിലൂടെയാണ്, വചനത്തിലൂടെയും ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെയും. അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യേണ്ടത് എൻ്റെ ദൈവം ആരാണെന്ന് മറ്റുള്ളവരോട് പറയണം. അതിൻ്റെ പേരാണ് സാക്ഷ്യം. ദൈവം നന്മ നൽകി, ഇനി എന്ത് പറയണം? ദൈവം ആരാണെന്ന് നിങ്ങൾ സാക്ഷ്യം പറയണം. ദൈവം നിങ്ങൾക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യം പറയണം. ഏതൊരു മനുഷ്യനിലൂടെയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നിങ്ങളിലൂടെ ദൈവം കേൾക്കാനായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ദൈവം ആരാണ് എന്നത് നിങ്ങളുടെ അധരങ്ങളിലൂടെ, ഉള്ളിൽ നിന്ന് നിങ്ങളത് കൃത്യമായി പറയാനായി പ്രാപ്തമായിരിക്കണം. ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം അത്യുന്നതനാണ്, എൻ്റെ ദൈവം സർവശക്തനാണ്. ഈ ദൈവത്തെ പോലെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട മറ്റൊരു ദൈവവുമില്ല. അവൻ്റെ വചനങ്ങൾ സത്യമാണ്. ഈ ദൈവമല്ലാതെ എനിക്ക് മറ്റൊരു ദൈവം ഇല്ല. ഈ ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെ മക്കളിലൂടെ ഈ ലോകത്ത് മുഴങ്ങിക്കേൾക്കണം. അങ്ങനെ മുഴങ്ങിക്കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിൻ്റെ സ്നേഹം ആർജിച്ചെടുക്കുന്നതിന് ഇടയായി തീരും. സ്വർഗം സന്തോഷിക്കും. ഈ ലോകത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ സാക്ഷ്യത്തിൻ്റെ പേരിൽ ദൈവനാമം മഹത്വപ്പെടും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? പ്രാർത്ഥിച്ചു, ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നന്ദി പറയണം. എന്തൊക്കെയാണ് നന്ദി പറഞ്ഞത്? 22-ാം വാക്യത്തിൽ വായിച്ചേ. അതുകൊണ്ട് കർത്താവായ യഹോവേ, അദ്ദേഹം പറയുന്നു, നീ വലിയവനാണ്. പറയാൻ പറ്റണം കേട്ടോ. ഒന്നാമത് പറയേണ്ട കാര്യം എന്താണ്? ദൈവമേ, നീ വലിയവനാണ്, നീ വലിയവൻ. ഉണ്ടോ? എങ്ങനെയാണിത് പറയാൻ പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടേ നമുക്കിത് പറയാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആരും തരാത്ത നന്മയും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരുവനുണ്ട്. അത് സർവശക്തനായ ദൈവമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾക്ക് പറയാൻ പറ്റും, എൻ്റെ ദൈവം വലിയവനാണ്. ഈ ദൈവത്തെക്കാൾ വലുതായി ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റാരെയും കാണുന്നില്ല. ഈ ദൈവം എനിക്ക് മുന്നിൽ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പാതയിൽ വലിയവനായിരിക്കുന്നത് കൊണ്ട് അവൻ വളരട്ടെ, ഞാനോ കുറയട്ടെ. ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ മുന്നിൽ വലിയവനായിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നുകൊണ്ടും ആകുലപ്പെടുകയോ സങ്കടപ്പെടുകയോ വരേണ്ടതില്ല. ദൈവം നിങ്ങൾക്ക് മുൻപിൽ എപ്പോഴും വലിയവനായി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യം ദൈവത്തെക്കുറിച്ച് പറയുന്നത്, പറഞ്ഞേ എന്താ പറയുന്നത്? എൻ്റെ ദൈവം വലിയവൻ. പല പാട്ടുകളും നമ്മൾ പാടാറുണ്ട്. ദൈവം വലിയവൻ എന്ന് പറഞ്ഞ് നമ്മൾ പാടുമ്പോൾ നമ്മൾ ഇനി മറന്നു പോകരുത്, ഇതാരുടെ സാക്ഷ്യമാണ്? ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പറഞ്ഞ സാക്ഷ്യമാണ്, എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ആര് പറഞ്ഞ സാക്ഷ്യം? ദാവീദ് പറഞ്ഞ സാക്ഷ്യം. രണ്ടാമത് ദാവീദിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടെ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല. പാട്ട് പാടുമ്പോൾ ഇനി മനസ്സിൽ ഓർമ്മ വേണം, നിന്നെപ്പോലെ മറ്റൊരു ദൈവവുമില്ല. ദൈവമേ, നീയാണ് വലിയവൻ. നിന്നോട് കമ്പയർ ചെയ്യാനായിട്ട്, നിന്നോട് താരതമ്യം ചെയ്യാനായിട്ട് എനിക്ക് മറ്റാരുമില്ല. നിന്നെപ്പോലെ ഒരുത്തനുമില്ല. നിന്നെപ്പോലെ അസാധ്യങ്ങൾ സാധ്യമാക്കി തരുന്നവൻ, നിന്നെപ്പോലെ കൂടെ നടക്കുന്നവൻ, നിന്നെപ്പോലെ ആശ്വസിപ്പിക്കുന്നവൻ, നിന്നെപ്പോലെ വഴി പറഞ്ഞു തരുന്നവൻ, നിന്നെപ്പോലെ ഓമനിക്കുന്നവൻ, നിന്നെപ്പോലെ എന്നെ ചേർത്ത് നിർത്തിയ ഒരു ദൈവത്തെ ഈ ലോകത്തിൽ നീ അല്ലാതെ എനിക്ക് പരിചയപ്പെടുത്താനില്ല എന്ന് സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരോട് പറയുമ്പോൾ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം വച്ചിട്ടുണ്ടായിരിക്കും. ആ അനുഗ്രഹത്തിൻ്റെ പേരാണ് നിത്യതയിൽ നിങ്ങളുടെ പേര് അവൻ എഴുതി ചേർക്കും. യേശു പറയുന്നുണ്ട്, എന്നെക്കുറിച്ചോ എൻ്റെ നാമത്തെക്കുറിച്ചോ നിങ്ങൾ ലജ്ജിക്കാതിരുന്നു കഴിഞ്ഞാൽ
നിങ്ങളെക്കുറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ലജ്ജിക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. അപ്പം ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആരാണെന്ന് സാക്ഷ്യം പറയണം. ദാവീദിൻ്റെ 1-ാമത്തെ സാക്ഷ്യം ഇങ്ങനെയാണ്: എൻ്റെ ദൈവം വലിയവൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിക്കണം, ദൈവം നിങ്ങൾക്ക് എങ്ങനെയാണ് വലിയവനായത് എന്ന്. ഈ ലോകം കൊണ്ടുപോകാത്ത സന്തോഷങ്ങളിലൂടെ ദൈവം നിങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ നിങ്ങൾ തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോയപ്പോൾ ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടു വന്നെങ്കിൽ, നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടും ഉയർപ്പിച്ചെങ്കിൽ, ദൈവം നിങ്ങൾക്ക് തലമുറകളെ നൽകിയെങ്കിൽ, ജോലി നൽകിയെങ്കിൽ, വിദ്യാഭ്യാസം നൽകിയെങ്കിൽ, വീട് നൽകിയെങ്കിൽ, ഈ ലോകത്തിൽ ഈ കാണുന്നതൊക്കെ ഭൗതികമായിട്ട് നിങ്ങൾക്ക് നൽകാൻ ഈ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, നിങ്ങൾ ചിന്തിക്കണം, ഈ ദൈവം ആര് തന്നെയാണ്? വലിയവൻ. എപ്പോഴും മനസ്സിലുണ്ടാകണം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ്, ദൈവം വലിയവൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ദൈവം വലിയവൻ. ഓക്കെ. 2-ാമത്തെ കാര്യം, നിന്നെപ്പോലെ ഒരുത്തനുമില്ല. ഈ ദൈവത്തെപ്പോലെ ഒരുത്തനുമില്ല. 3-ാമത്തെ കാര്യം, ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവും ഇല്ല. ഞങ്ങൾ എന്തുകൊണ്ട് കേട്ടതുപോലെ? ഞങ്ങളുടെ സ്വന്തം ചെവി കൊണ്ട് കേട്ടതുപോലെ മറ്റൊരു ദൈവവും ഇല്ല. പറയുകയാണ്, ദൈവമേ, നിന്നെപ്പോലെ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം മറ്റാരുമില്ല. കണ്ടോ? ദൈവമേ, നിന്നെപ്പോലെ എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ദൈവം മറ്റാരുമില്ല. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയൊക്കെ മധ്യത്തിൽ എന്നോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ദൈവം നിന്നെപ്പോലെ മറ്റാരുമില്ല. നിങ്ങളതൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് സങ്കടം വന്നാലും ഭാരങ്ങൾ വന്നാലും ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾക്കൊരു പരസഹായം വേണ്ടി വരില്ല. പക്ഷെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ആരാണ്? വലിയവനാണ്. നിങ്ങളുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ഈ ദൈവം എന്നോട് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും സംസാരിക്കും. വചനത്തിലൂടെ സംസാരിക്കും. ചിലപ്പോൾ ഒരു സ്വപ്നത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ ഒരു പാട്ടിലൂടെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ദൈവം നമ്മളോട് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് അവനിങ്ങനെ സംസാരിക്കാനായി ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന നിൻ്റെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയും ഇല്ല. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജനത്തെ അനുഗ്രഹിച്ചവനാണ് എൻ്റെ ദൈവം. അതാണ് 4-ാമത്തെ കാര്യം. ഈ ദൈവം ആരെ അനുഗ്രഹിച്ച ദൈവമാണ്? എൻ്റെ ജനത്തെ അനുഗ്രഹിച്ച ദൈവമാണ്. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം പറയുന്നു, 1, ഈ ദൈവം വലിയവനാണ്. 2, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവുമില്ല. 3, ഈ ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ദൈവമാണ്. 4-ാമത്തെ കാര്യം, ഈ ദൈവം എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എൻ്റെ ദേശത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു 25-ാമത്തെ വാക്യത്തിൽ, ഇപ്പോഴും കർത്താവേ, നീ അടിയനെയും അടിയൻ്റെ വീട്ടിനെക്കുറിച്ചും അരുളി ചെയ്ത വചനം എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാട് പോലെ ചെയ്യണമേ. അരുളപ്പാട് പോലെ ചെയ്യണമേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു അരുളപ്പാട് കിട്ടി. ആരാണ് അരുളപ്പാട് കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്തത്? നാഥാൻ പ്രവാചകൻ അരുളപ്പാട് പറഞ്ഞു. നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം, ഭാവി, ഫ്യൂച്ചർ, നിങ്ങളിങ്ങനെ ആയിത്തീരുമെന്ന് ഒരു അരുളപ്പാട് നിങ്ങൾക്ക് കിട്ടി എന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നില്ല, അത് നടക്കണമെന്നില്ല. അതെന്ത് ചെയ്യണം? നടപ്പിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്ത വചനത്തെ എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാട് പോലെ ചെയ്ത് തരയണമേ. പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ, മക്കളെക്കുറിച്ചൊരു കാര്യം ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി കോൺസ്റ്റൻ്റായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ആ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. മോശയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. മോശയുടെ അമ്മയാണ് യോഖേബോത്ത്. ആ അമ്മ ചെയ്യുന്നത്, മറ്റെല്ലാ കുഞ്ഞുങ്ങളും മരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ഈ പൈതലാകുന്ന മോശയെ
ഒരു ഞാങ്ങണ പെട്ടകത്തിനുള്ളിലാക്കി അതിനെ നദിയിലൂടെ ഒഴുക്കി വിടുന്നുണ്ട്. എന്നിട്ട് ദൂരെ നിന്ന് സഹോദരി നോക്കുന്നുണ്ട്. കാരണം മറ്റെല്ലാ അമ്മമാരും ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിന് വിട്ടുകൊടുത്തു. പക്ഷേ ഈ അമ്മയ്ക്ക് ഉള്ളിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഈ കുഞ്ഞിനെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പദ്ധതി നടപ്പിലാക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മളിരിക്കണം. അമ്മ എന്ത് ചെയ്തു? 3 മാസം ഈ കുഞ്ഞിൻ്റെ ശബ്ദം വെളിയിൽ കേൾക്കാതെ ആ കുഞ്ഞിന് വേണ്ടി റിസ്ക് എടുത്തു. ഈ കുഞ്ഞിൻ്റെ ശബ്ദം വെളിയിൽ കേട്ട് കഴിഞ്ഞാൽ സൈനികർ വന്ന് ഈ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ് കൊന്നുകളയും. മനസ്സിലായോ? അമ്മ എടുത്ത റിസ്ക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കുകയാണ്, കാത്തിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ആ കുഞ്ഞിനെ വീണ്ടും ആ അമ്മ മുലയൂട്ടി വളർത്തുകയാണ്. ആ കുഞ്ഞിനെ പരിപാലിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ട്. അങ്ങനെ അമ്മ ഇങ്ങനെ ഈ കുഞ്ഞിനെക്കുറിച്ച്, മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങളെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിൽ വരുന്നതെന്നറിയാമോ? 80 വർഷം കഴിഞ്ഞിട്ടാണ്. അമ്മ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അത് നടപ്പിൽ വരാൻ എത്ര വർഷം കഴിഞ്ഞു? 80 വർഷം കഴിഞ്ഞു. അതുപോലെയാണ് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ദാവീദ് പറഞ്ഞു, എൻ്റെ ഗ്രഹത്തെക്കുറിച്ച് എൻ്റെ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, അത് നടപ്പിൽ ആക്കിത്തരിക എൻ്റെ ദൈവത്തിനോട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചു, നടന്നില്ല, നിർത്തരുത്. ഒരു വർഷം പ്രാർത്ഥിച്ചു, നടന്നില്ല, നിർത്തരുത്. കുളക്കടവിൽ കിടന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എത്ര വർഷമാണ് കിടന്നത്? 38 വർഷം കിടന്നു. പക്ഷേ 38ാമത്തെ വർഷത്തിലാണ് അവിടെ ആര് വരുന്നത്? കർത്താവ് വരുന്നത്. നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ കുളത്തിലെ ദൂതൻ വന്ന് വെള്ളം കലക്കി അതിലൂടെ നിങ്ങളെ സൗഖ്യപ്പെടുത്തേണ്ടതില്ല. നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തം നിറവേറ്റാനായിട്ട് ഒരു നാൾ ദൈവം നിങ്ങളുടെ അടുക്കൽ തൻ്റെ പുത്രനെ അയക്കും. നമ്മളതിനെ കാത്തിരിക്കണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. കാത്തിരിക്കണം. ഇവിടെ മോശ എന്ത് കാത്തിരുന്നു? മോശയുടെ അമ്മ കാത്തിരുന്നു. അതുമാത്രമല്ല, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ യോസേഫ് കാത്തിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദാവീദും കാത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിൻ്റെ തലമുറകളെ ദൈവം അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. ഒരു വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ അതിനെന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം, വാങ്ങിയെടുക്കണം. അല്ലാതെ എന്ത് ചെയ്യില്ല? കിട്ടില്ല. ഒരു കാര്യം പറഞ്ഞെന്നും പറഞ്ഞ് കിട്ടില്ല. അത് വാങ്ങിയെടുക്കേണ്ടത് ആരുടെ ജോലിയാണ്? നമ്മുടെ ജോലിയാണ്. 26ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവേ, ഇസ്രായേലിന് ദൈവം എന്നിങ്ങനെ നിൻ്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നിൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹം നിൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കട്ടെ. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങനെ ആകട്ടെ എന്ന് ദാവീദ് പറഞ്ഞ് അതിനെ ഏറ്റെടുക്കുകയാണ്. അവനെക്കുറിച്ച് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും അദ്ദേഹം വീണ്ടും പറഞ്ഞ് ഏറ്റെടുക്കുകയാണ്. ഞാൻ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് നീ അടിയനെ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, സൈന്യങ്ങളുടെ യഹോവേ, നിന്നോട് ഈ പ്രാർത്ഥന കഴിപ്പാൻ അടിയൻ ധൈര്യം പ്രാപിച്ചു. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം. ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് ധൈര്യത്തോടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. ശമൂവേലിൻ്റെ അമ്മ എങ്ങനെയാണ് വന്ന് പ്രാർത്ഥിച്ചത്? ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനകൾ എങ്ങനെയാകണം? ധൈര്യത്തോടെ, ധൈര്യസമേതം, കോൺഫിഡൻസോടുകൂടെ പ്രാർത്ഥിക്കണം. ആ വാക്ക് പറയാനുള്ള കാരണം അതുകൊണ്ട് ഇത് നടക്കുമെന്ന് ആർക്കറിയാം? ദാവീദിനറിയാം. അതാണ് ധൈര്യം. നിങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യം ദൈവത്തിന് നടത്തി തരണമെന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാകണം? ധൈര്യമുള്ള പ്രാർത്ഥനയാകണം. ശക്തമായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം. ഉറപ്പോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ധൈര്യത്തിന് വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ് ദൈവം വച്ചിട്ടുള്ളത്. ധൈര്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? അതിശക്തമായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ധൈര്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. 28, കർത്താവായ യഹോവേ, നീ തന്നെയാണ് ദൈവം. ധൈര്യത്തോടെ പറയുന്ന വാക്കാണ്, നീ തന്നെയാണ് ദൈവം. നിൻ്റെ വചനങ്ങൾ സത്യമാകുന്നു. നീ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പറയാനുള്ള കാരണം, ഇതുവരെ ദൈവം പറഞ്ഞതൊന്നും നടക്കാതിരുന്നിട്ടില്ല. ആ വിശ്വാസമാണ് അതിന് പിന്നിലുള്ളത്. ഇതുവരെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാതിരുന്നിട്ടില്ല. ദൈവത്തോട് പറയുകയാണ്, നിൻ്റെ വചനങ്ങൾ
സത്യമാകുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ സത്യമാകുന്നു. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഓരോ വചനങ്ങൾ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യും? നമുക്കൊരു സംശയമൊക്കെ വരും. ഇതെനിക്ക് ബാധകമാണോ? എനിക്ക് വേണ്ടിയുള്ളതാണോ? ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കുമോ? സംശയങ്ങൾ ഇങ്ങനെ പെരുകി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വചനം നമുക്ക് ദൈവം തരുമ്പോൾ വചനത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? സംശയിക്കാനായിട്ട് പാടില്ല. വചനം സത്യമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്കെന്തുകൊണ്ടാണ് ഈ വചനം വായിക്കാനായിട്ട് തോന്നുന്നത്? ആ വചനത്തിനുള്ളിൽ എന്തുള്ളത് കൊണ്ടാണ്? സത്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവവചനം കേൾക്കാനായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആ വചനത്തിനുള്ളിൽ ഒരു സത്യമുള്ളത് കൊണ്ടാണ്. കള്ളം പറഞ്ഞാൽ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുമോ? ഇല്ല, അല്ലേ? അപ്പോൾ വചനത്തിനുള്ളിൽ എന്തുണ്ട്? ഒരു സത്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദാവീദ്, ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ത് തന്നെയാണ്? സത്യമാണ്. എപ്പോഴും നമ്മളത് പറയണം. ദൈവമേ, നീ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും നീ പറഞ്ഞതെല്ലാം നടക്കും. വൈകിപ്പോയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇനി നന്മകൾ കിട്ടാൻ എന്ന് നമ്മൾ ചിന്തിക്കണം. എത്ര വലിയ തടസ്സവും രോഗമായിരുന്നാൽ നമ്മളൊരു വാഗ്ദത്തം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, വാഗ്ദത്ത വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ദൈവത്തിന് അത് നടപ്പിലാക്കി തന്നേ പറ്റൂ. അതാണ് സത്യം. വചനം ഏറ്റെടുത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് അത് നടപ്പിലാക്കി തന്നേ പറ്റൂ. കാരണം വചനം എന്താണ്? കർത്താവ് പറയുന്നത് വചനം സത്യമാണ്. ഈ സത്യവചനം ഒരു വ്യക്തി ഏറ്റെടുത്തിട്ട് ദൈവമേ ഈ വചനം പോലെ നീ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ആത്മീയ അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വചനം എന്താണ്? സത്യമാണ്. ഈ സത്യവചനം ഏറ്റെടുത്തിട്ട് നമ്മൾ പറയുകയാണ്, കർത്താവേ ഈ വചനത്തിൽ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യം നീ ചെയ്തു തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ വചനം സത്യമായതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ചെയ്തു തന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വചനം സത്യമാണെന്ന് ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ആദ്യം സഭയെക്കുറിച്ച് പറയുന്നത് വിശ്വസിച്ചവരാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയിൽ നടന്നു. വിശ്വസിച്ചവരാൽ. അവരുടെ കൂട്ടം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവരേക മനസ്സുള്ളവരായിരുന്നു. പക്ഷേ അവരിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. നമ്മൾ ഏകദേശം ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആകാറായി. എന്നിട്ട് പറഞ്ഞു, ഈ നന്മയെ, അതായത് ദൈവം കൊടുത്ത ഈ ഒരു അനുഗ്രഹത്തെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അടിയൻ്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. അപ്പോൾ ദൈവം പറഞ്ഞത് മാത്രമല്ല, തിരിച്ച് റിക്വസ്റ്റ് ചെയ്ത്, ദൈവമേ നീ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമേ? ചെയ്തു തരണമേ. കർത്താവേ നീ പറഞ്ഞല്ലോ, അതെനിക്ക് ചെയ്തു തരണമേ. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ഓർഡർ കണ്ടോ? ദൈവമേ നിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ എൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയുള്ളൂ. 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ? ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ നമ്മുടെ വീട് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയുള്ളൂ. വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഈ ഒരു വചനം വായിക്കും. വീടിൻ്റെയൊക്കെ ഹൗസ് വാമിങ് കഴിയുമ്പോൾ വീടിനകത്തൊക്കെ ഈ വചനം നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും എഴുതി വയ്ക്കും. കണ്ടിട്ടുണ്ടോ? എന്താണ് എഴുതി വയ്ക്കും? ദൈവമേ നിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇനി എവിടെയെങ്കിലും ഈ വചനം കാണുമ്പോൾ ഓർക്കണം, ഇതാര് പറഞ്ഞ വചനമാണ്? ദാവീദ് പ്രാർത്ഥിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ട് പറഞ്ഞ വചനമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ ഇത് പറയണം. വീട്ടിൽ ഒരു പക്ഷേ നിങ്ങൾ കിട്ടുന്ന സമയമൊക്കെ ഒരുമിച്ചിരുന്ന് പറയണം. ഇത് എന്ത് പറയണം? ദൈവമേ എൻ്റെ ഗ്രഹം നിൻ്റെ അനുഗ്രഹത്താൽ മാത്രമേ എന്നേക്കും, അതായത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. അപ്പോൾ ഇത്രയുമാണ് ഈ അധ്യായത്തിനുള്ളിൽ ഉള്ളത്. നമുക്കൊന്നുകൂടെ വേഗത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ പറഞ്ഞത് ദാവീദ് അനുഗ്രഹം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പോയിരുന്നു. നമ്മളെപ്പോഴും അത് ഓർക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പോയിരിക്കണം. എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ ഇതിന് യോഗ്യനല്ല, എൻ്റെ വീട്ടുകാർ ഇതിന് യോഗ്യനല്ല, എനിക്കിനി ജനിക്കാൻ പോകുന്ന തലമുറകൾ പോലും ഇതിന് യോഗ്യരല്ല. അതുമാത്രമല്ല സകല ജനത്തിനും വേണ്ടിയാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇത് ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ബ്ലെസ്സിങ്ങിന് യോഗ്യതയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 2 വഴികളിലൂടെയാണല്ലോ ദൈവമേ നീ എനിക്ക് അനുഗ്രഹം തന്നത്. ഒന്ന് നിൻ്റെ വചനത്താലും, 2
ദൈവത്തിൻ്റെ പ്രസാദത്താലും. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയും. ഒന്നാമത്തെ സാക്ഷ്യം ഇതായിരുന്നു, എൻ്റെ ദൈവം വലിയവൻ. രണ്ടാമത്, ഈ ദൈവത്തെ പോലെ മറ്റാരുമില്ല. മൂന്നാമത്, ഈ ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ മറ്റാരും എന്നോട് സംസാരിച്ചിട്ടില്ല. നാലാമത്, ഈ ദൈവം സകലർക്കും സകലത്തിലും കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ഈ ദൈവം സകലത്തിനെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം സത്യമാണ്, ഞാനതിനെ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് എനിക്കുറപ്പുണ്ട്, എൻ്റെ വീടും എൻ്റെ ഗ്രഹവും നിൻ്റെ അനുഗ്രഹത്താലല്ലാതെ എന്നേക്കും സ്ഥിരമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ. അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അനുഗ്രഹം നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ചെടുക്കണം. ഇരുന്ന് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ തുടർ പ്രയാണത്തിന് നന്മയായി തീരട്ടെ.